കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പരിയാപുരം UDF കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. PP അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. പരിയാപുരം PP നാസറിന്റെ വസതിയിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, പത്മകുമാർ, മുഹമ്മദ് പാറയിൽ, CMT ബാവ, അലിക്കുട്ടി മുക്കാട്ടിൽ, സിന്ധു, ഫാത്തിമ റഷീദ്, മുരളീധരൻ, മൊയ്തീൻകുട്ടി, ഷിഹാബ്, അസനാജി എന്നിവർ പ്രസംഗിച്ചു. 71 കിട്ടിയാൽ നമുക്ക് ഭരിക്കാം. നമ്മൾ ഭരിച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ഇവിടെ കോളേജ്, ഇവിടെ സ്ഥാപനം നമ്മൾ കൊടുത്തതാണ്. ഇതെല്ലാം അതൊക്കെ ഈ നാട്ടിൽ ഇനിയും ഉണ്ടാവണം. ഇനി പുതിയ സ്ഥാപനം കൊണ്ടുവരാനാണ് നമ്മളെ തീരുമാനം. മറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ ആളുകളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ 1000 രൂപ മാസത്തിൽ കൊടുക്കുന്നുണ്ട്, 3000 രൂപ പെൻഷനാക്കുന്നുണ്ട്, ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷൂർ ഓരോ ഫാമിലിക്കുണ്ട്. അതുപോലെ തന്നെ 5000 രൂപ ചെറുപ്പക്കാർക്ക് മാക്സി കച്ചവടമോ മീൻ കച്ചവടം എന്തോ തുടങ്ങിക്കോ. 5 ലക്ഷം ഞാൻ എന്തേ പറഞ്ഞു? 5000 എന്നാ പറഞ്ഞു. അത് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാൻ നോക്കിയതാ ഞാൻ. 5 ലക്ഷമാണ്. ആ 5 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ തിരിച്ചടക്കണോ? അടക്കാം, പക്ഷേ പലിശയില്ല. അവർക്ക് നല്ല രീതിയിൽ കൊണ്ടടക്കാം. ഇത് പറയുന്ന UDF പിണറായി പറഞ്ഞ പോലെയല്ല. പിണറായി കൊറോണ കാലത്ത് ഗൾഫിൽ വന്നിട്ട് പറഞ്ഞു 6 മാസത്തെ ശമ്പളം ഫ്രീ ആയിട്ട് തരുന്നു. ആർക്കെങ്കിലും കിട്ടിയാ? ഇല്ല. അത് വെറുതെ പറയാം, കൊടുക്കാനല്ല, അത് കിട്ടാനല്ല. പണ്ട് മൊയ്തീൻ കാക്ക മരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, മൊയ്തീൻ കാക്ക മരിച്ചിരിക്കുകയാണ്, എല്ലാവരും അദ്ദേഹം വല്ല വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ നിങ്ങളെ വെറുപ്പിക്കണോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കണം. പിന്നെ സാമ്പത്തികമായി വല്ലതും കിട്ടാണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഹമീദുമായി ബന്ധപ്പെടേണ്ടതാണ്. ഹമീദിനാണെങ്കിൽ ഒരു പണിയില്ല, ഒരു ഉറുപ്പിയുടെ വരുമാനമില്ല. ഓനേറ്റ ബന്ധപ്പെടാൻ പറഞ്ഞത്. അങ്ങനെ വാപ്പാൻ്റെ മയ്യത്തൊക്കെ മറ ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട്, ആ തഴസീയത്തിൻ്റെ ദിവസം കഴിഞ്ഞിട്ട് തെരഞ്ഞെന്ന് ഒരു ജീപ്പ് ആൾക്കാർ മൊയ്തീൻക്ക് പൈസ കൊടുക്കാനുള്ള ഒരു ജീപ്പ് ചവിട്ടി നിർത്തി. ഹമീദ് ബസ് സ്റ്റോപ്പിലിരിക്കുക. അസ്സലാമു അലൈക്കും. ഹമീദല്ല, ഹമീദ് തന്നെ. എന്നാൾ മരിച്ച അതേ മൊയ്തീൻ കാക്കാൻ്റെ മോന്. അല്ല, അന്ന് ഉസ്താദ് പറഞ്ഞത് വാപ്പ തരാളൊക്കെ ഏറ്റിക്കണെന്ന്. ഹമീദ് പറഞ്ഞു, ഞാൻ ഏറ്റ് എന്നുള്ളത് ഉറപ്പാണ്, ഞാൻ എപ്പോഴും സമ്മതിക്കണം, ഞാൻ ഏറ്റ്. ഇനി എനിക്കെന്തെങ്കിലും പറ്റും, അന്ന് എൻ്റെ മൂത്ത ചക്കൻ സുൽഫി ഇത് ഏറ്റെടുക്കും. പിന്നെ സുൽഫിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻ്റെ താഴെയുള്ള റിയാസാണ് ഇത് ഏറ്റെടുക്കുക. അവസാന ഇളയ അഞ്ചൻ സമീറാണ് ഇത് കൊണ്ട് കിടക്കുക. അപ്പോൾ ഈ വന്നതിലൊരാൾ ചോദിച്ചു, മോനെ ഇതിങ്ങനെ ഏറ്റെടുത്താൽ മതി, അത് എന്ന് തീർക്കണ്ടേ, ഇതിനൊരു അറുതി ഉണ്ടാവുമോ? ഉടനെ ഹമീദ് പറഞ്ഞു, ഇതിനൊരു അറുതി ഉണ്ട് മക്കളെ, അന്നാണ് കിയാമന്നാൾ ഇതാണ് ഹമീദ്. എന്ന പോലെ ഈ ദുരന്തനി വരരുത്. കോണിയാണ് ചിഹ്നം. കുറുക്കോളി നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കണം. എതിർ സ്ഥാനാർത്ഥി ആർക്ക് എന്ത് ഉറുപ്പി എന്നാലും നിങ്ങൾ വാങ്ങിയ ചോളിയും വോട്ട് നിങ്ങൾ കൊടുക്കരുത്. പ്രിയപ്പെട്ട കുറുക്കോളിക്കാവണം വോട്ട്. ആ സാധു അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം നമ്മളെടുത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലത്തെ ഒരു നല്ല മനുഷ്യൻ ഇവിടെ ജയിക്കണം. KM ഹസൻ സ്വാഗതവും റഷീദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വൈകിട്ട് ഇഷൽ നൈറ്റും അരങ്ങേറി. വെട്ടം ന്യൂസ്, തിരൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.